ഈ ദാമ്പത്യ ജീവിതത്തിൽ പരാജയം സംഭവിച്ചവരായിരിക്കും മദ്യപാനികളിൽ നല്ല പങ്കാളികളും. ഇപ്പൊ കുടുംബ അംഗങ്ങൾക്കും ഒരു റിക്കവറിയുടെ ആവശ്യമുണ്ട്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് കുടിയനാണെങ്കിൽ ഭാര്യ കുടിച്ചിയാണ്. സ്നേഹവന്ദനം. നമ്മുടെ റിക്കവറി പ്രോഗ്രാമിൻ്റെ ഈ ഡി അഡിക്ഷൻ പ്രോഗ്രാമിൻ്റെ ലഹരി പദാർത്ഥങ്ങളിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ 5ാമത്തെ മൊഡ്യൂളിൻ്റെ 3ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളിതിന് മുമ്പ് ഈ ഭാഗങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുകയും ഈ ഭാഗം നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യണമേ. 8ാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ക്ഷമ അഥവാ ഫൊർഗീവ്നെസ്. ക്ഷമിക്കുക എന്നത് തെറ്റിനെ അംഗീകരിക്കുകയല്ല. ഒരാളൊരു തെറ്റ് ചെയ്തു, ആ ആളോട് ഞാൻ ക്ഷമിക്കാതിരിക്കുന്നതും ആ ആളോട് ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ ആ തെറ്റിനെ ഞാൻ അംഗീകരിക്കുകയാണ് എന്ന് ചിന്തിക്കുന്നത് രണ്ടും രണ്ടാണ്. തെറ്റിനെ അല്ല അംഗീകരിക്കുന്നത്, ആ വ്യക്തിയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. പാപത്തെ അല്ല, പാപിയെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതേപോലെ തെറ്റ് ചെയ്ത ആളുടെ തെറ്റിനെ അല്ല നമ്മൾ ചെയ്ത ആ വ്യക്തിയോടാണ് നമ്മൾ ക്ഷമിക്കുന്നത്, അല്ലാതെ ആ തെറ്റിനെ നമ്മൾ അംഗീകരിക്കുകയല്ല. അതേപോലെ തന്നെ പഴയ വേദനയുടെ ബന്ധത്തിൽ നിന്ന് സ്വയം മോചിതനാകുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുമ്പ് നമ്മൾ തന്നെ നമുക്കുണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് വേദനകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്വയമേ മോചിതരാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി റിക്കവറിയിൽ 2 തരത്തിലുള്ള ക്ഷമ ആവശ്യമായിട്ട് വരാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളിയോടാകാം, മക്കളോടാകാം, അപ്പനോടാകാം, അമ്മയോടാകാം, മുൻകാലത്ത് നിങ്ങളോട് തെറ്റ് ചെയ്ത വ്യക്തികളോടാകാം, കുഞ്ഞു പ്രായത്തിൽ നിങ്ങളെ മിസ്യൂസ് ചെയ്തിട്ടുള്ള ചില ആളുകളുണ്ടാവും. നിങ്ങൾ ഏതെങ്കിലും തരത്തിലൊക്കെ സെക്സ്വൽ അബ്യൂസിലേക്കൊക്കെ ഡ്രാഗ് ചെയ്തിട്ടുള്ള ചില ആളുകളുണ്ടാകും. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങളാണ്. പക്ഷേ അന്നൊന്നും അത് മറ്റുള്ളവരോട് പറയാനുള്ള ഭയമോ പല കാരണങ്ങൾ കൊണ്ട് പറയാതിരുന്നുണ്ടാവും. പക്ഷെ ആ വ്യക്തികളോട് മനഃപൂർവ്വമായിട്ട് ക്ഷമിക്കുക, നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കാതിരിക്കുക. എന്നിട്ട് 2ാമതായിട്ട് സ്വയം ക്ഷമിക്കാൻ പഠിക്കുക. വി ഹാവ് ടു ഫോർഗീവ് ടു ourselves. നമ്മളോട് തന്നെ നമ്മൾ ക്ഷമിക്കണം. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ മാത്രം പോരാ, നമ്മളോട് ക്ഷമിക്കണം. നമ്മളോട് ക്ഷമിക്കാൻ കഴിയാത്തടത്തോളം മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വയം ക്ഷമിക്കാൻ പഠിക്കുക. അപ്പോൾ ഇത് സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് ഓർത്തോ. ഒറ്റ ദിവസം കൊണ്ട് സാധിക്കുകയില്ല. ആദ്യം നമ്മൾ കണ്ടുപിടില്ല, ഞാൻ മരിച്ചാലും മറക്കൂല, ഞാൻ ക്ഷമിക്കൂല എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോട് ഒരു അനുകമ്പ വരുന്ന സാഹചര്യങ്ങളുണ്ടാകും. ആ സമയം നോക്കി നമുക്ക് ക്ഷമിക്കാൻ സാധിക്കണം. ആ വ്യക്തി നമ്മളോട് ക്ഷമ ചോദിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കാനായിട്ട് സാധിക്കണം. ദൈവം നമ്മളോട് എത്രയോ പ്രാവശ്യം ക്ഷമിച്ചിരിക്കുന്നു, അല്ലേ? കർത്താവ് നമ്മളെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പം നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം. ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ നാം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ വളരെ ജാഗ്രത കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് ക്ഷമയോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ റിലാപ്സ് ആകാതിരിക്കാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പണി. ഇനി 9ാമതായിട്ട് ആരോഗ്യകരമായ ഒരു വികാര ജീവിതം വളർത്തുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനകത്ത് ദിവസേന ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. വികാരങ്ങൾ ഒരു ഡയറിയിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. വികാരങ്ങൾ അതിനകത്ത് ഒരു കാര്യം ഞാൻ ഈ ഭാഗത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ ദാമ്പത്യ ജീവിതത്തിൽ പരാജയം സംഭവിച്ചവരായിരിക്കും മദ്യപാനികളിൽ നല്ല പങ്കാളികളും. എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, നല്ല പങ്കാളികളും. അതിനകത്ത് അവർക്ക് സെക്സ്വൽ റിലേഷൻഷിപ്പിന്, ബെറ്റർ റിലേഷനിൽ പലപ്പോഴും അപജയം സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്ക് കഴിയുകയില്ല എന്ന് തെറ്റായ ഒരു ധാരണ അവർക്കുണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അതൊരു ഫീലിംഗ് ആണ്. ആ ഫീലിംഗ് നിങ്ങളൊന്ന് നിങ്ങളുടെ ഒരു ഡയറിയിൽ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ആ എഴുതിയ കാര്യത്തോട് പറയുക, നോ, ഐ ക്യാൻ ഓവർകം ഇറ്റ്. ഇല്ല, ഇതിനെ എനിക്ക് അതിജീവിക്കാൻ കഴിയും എന്ന് നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ നിശ്ചയിക്കുക. അതിനനുസരിച്ചുള്ള ആഹാരം കഴിക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളിയോട് കുറച്ചും കൂടെ ആദരവോടുകൂടെ, സ്നേഹത്തോടുകൂടെ, കുറച്ചും കൂടെ വാത്സല്യത്തോടുകൂടെ, കുറച്ചും കൂടെ പ്രേമത്തോടുകൂടെ ഒക്കെ നിങ്ങൾ ഇടപെടുക. അപ്പോൾ നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാനും സെക്സ്വൽ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ടും സാധിക്കും. അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് കൂടുതൽ മാധുര്യം നൽകും. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് പോലും നിങ്ങളെ കൂടുതൽ വിലമതിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഘടകമായിരിക്കും. അതേപോലെ ദിവസവും കുറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ നടക്കണം. അത് വളരെ പ്രധാനപ്പെട്ട 4 കിലോമീറ്റർ നിങ്ങൾ
നടക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാനിരിക്കരുത്. നിങ്ങളുടെ ജീവിത പങ്കാളിയോടും മക്കളോടും ഒപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാനും ചിരിക്കാനും കളിക്കാനും ഒക്കെയുള്ള നല്ല അവസരങ്ങളാണ്. അത് നിങ്ങളുടെ മനസ്സിലെ ഒരുപാട് ടെൻഷൻസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കടങ്ങളുണ്ടാകാം, നിങ്ങൾക്ക് മാനസികമായ മറ്റ് നിരവധി പ്രശ്നങ്ങളുണ്ടാകാം. നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് കടങ്ങളോ മറ്റ് വലിയ വിപത്തുകളോ ഒക്കെ ഉണ്ടാകാം. പക്ഷേ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കാനും അന്യോന്യം സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തോടെ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും സാധിക്കും. അത് മാത്രമല്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നാലും ജീവിത പങ്കാളി നിങ്ങളും കൂടെ വിശ്വസ്തനായിട്ടുള്ള വ്യക്തിയോട് സംസാരിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിനും സോഷ്യൽ മീഡിയയ്ക്കും നിങ്ങൾ സമയം നിയന്ത്രിക്കുക. അച്ഛൻ്റെ ഇതൊക്കെ കണ്ടോ നിങ്ങൾ? അല്ലാതെ വേണ്ടാത്ത ചറവറയുള്ളതൊന്നും കാണാൻ അധികം സമയം നിങ്ങൾ എടുക്കരുത്. അച്ഛൻ പറയുന്നത് കേൾക്കണം കേട്ടോ. ഓക്കെ. അതേപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങണം. ഉറക്കം വളരെ പ്രധാനപ്പെട്ടാണ്. ചെറിയ ശീലങ്ങളാണ് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. മറക്കരുത്, ചെറിയ ശീലങ്ങളാണ് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. അച്ഛൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് നിങ്ങളുടെ മനസ്സിനോട് തന്നെ നിങ്ങളിങ്ങനെ പറഞ്ഞു നോക്കുക. അത് നിങ്ങളുടെ മനസ്സിന് വലിയൊരു ശാന്തത കൊണ്ടുത്തരും. കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള താല്പര്യവും ഉന്മേഷവും ഉണ്ടാക്കിത്തരും. 10ാമതായിട്ട് പ്രത്യാശയുടെ മനഃശാസ്ത്രം. നമ്മുടെ മനസ്സിൽ ഒരു പ്രത്യേക സന്തോഷം നമുക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. പ്രത്യാശ. എന്താ ഈ പ്രത്യാശ എന്നത്? പ്രത്യാശ എന്നത് എല്ലാം എളുപ്പമാകും എന്ന വിശ്വാസമല്ല, മറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ മുന്നോട്ട് പോകും എന്ന് പറയുന്നതാണ്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടെന്ന് അങ്ങ് ശരിയായിക്കോളും, കഴിഞ്ഞു, ഇത് ഇനി ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതല്ല. പ്രശ്നങ്ങൾ ഉണ്ടാകും, ഞാൻ അഭിമുഖീകരിക്കേണ്ട നിരവധി ടെൻഷൻസ് ഉണ്ടാകും, ഒരുപാട് കടങ്ങളുണ്ടാകും, ഒരുപാട് കുടുംബ പ്രശ്നങ്ങളുണ്ടാകും. എന്നാൽ ഞാൻ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകും എന്ന് പറയാൻ കഴിയുന്നതിനെയാണ് നമ്മൾ പ്രത്യാശ എന്ന് പറയുന്നത്. ഇപ്പൊ റിക്കവറിയിലെ ഓരോ ദിവസവും ഓരോ പുതിയ തുടക്കമാണ് നമുക്ക് വേണ്ടി. ഇന്നലെ വീണാലും ഇന്ന് വീണ്ടും എഴുന്നേൽക്കാം. ഒന്നുകൂടെ പറയട്ടെ, ഇന്നലെ വീണാലും ഇന്ന് വീണ്ടും എഴുന്നേൽക്കാൻ സാധിക്കും. 11ാമതായിട്ട് കുടുംബത്തിന്റെ വൈകാരിക സൗഖ്യം. കുടുംബത്തിന്റെ വൈകാരിക സൗഖ്യം എന്ന് പറയുന്നത് ലഹരിയിൽ നിന്ന് മോചിതനാകുന്നത് ഒരാൾ മാത്രമല്ല, മറിച്ച് കുടുംബവും സുഖം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിലെ അംഗങ്ങൾക്ക് വളരെ നല്ല കൗൺസിലിംഗ് ആവശ്യമുണ്ട്. കാരണം നിങ്ങൾക്കേ മാറ്റം വന്നിട്ടുള്ളൂ, നിങ്ങളെ ക്യാമ്പുകളിൽ പങ്കെടുത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയും കൂടെ വന്നിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ മക്കളുണ്ടാകും, മാതാപിതാക്കളുണ്ടാകും. അപ്പോൾ അവർക്ക് ഉതകുന്ന തരത്തിലുള്ള കുടുംബ ക്ലാസ്സുകളുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിങ്ങളുടെ കുടുംബ ക്ലാസ്സുകൾക്ക് പങ്കെടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ കുടുംബ അംഗങ്ങൾക്കും ഒരു റിക്കവറിയുടെ ആവശ്യമുണ്ട്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഭർത്താവ് കുടിയനാണെങ്കിൽ ഭാര്യ കുടിച്ചിയാണ് എന്ന് പറഞ്ഞാൽ, ഭർത്താവിന് 100% ലഹരിക്ക് അടിമയാണെങ്കിൽ ഭാര്യ അതിൻ്റെ 50% ഇദ്ദേഹത്തോടുള്ള വൈരാഗ്യം കൊണ്ടും ദേഷ്യം കൊണ്ടും ഭയങ്കര ശാഠ്യം കൊണ്ടും ഒക്കെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അവരും ഒരു മദ്യപാനിയെ പോലെ തന്നെ പെരുമാറുന്ന അനുഭവങ്ങൾ ഉണ്ടായി കാണും. അപ്പം അതിനൊക്കെ പരിഹാരം കിട്ടുന്നത് ഏതെങ്കിലും ധ്യാനത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പോട്ടയിൽ നിങ്ങൾക്ക് പോയി ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറ്റിയാൽ വളരെ നന്നായിരിക്കും. നിങ്ങളുടെ മനസ്സിന് നല്ലൊരു സുഖം കിട്ടും. അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ ധ്യാനം നടത്താറുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് വന്നാൽ സുവാർത്ത മീറ്റിങ്ങുകൾ ഞങ്ങൾ നടത്താറുണ്ട്. ആ സമയത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു റിലീഫ് കിട്ടും. എല്ലാ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് താമസിച്ച് കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങളും ഞങ്ങൾ ഒരുക്കുന്നതായിരിക്കും. അപ്പോൾ സ്വന്തം വികാരങ്ങളും നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം. നമ്മുടെ മനസ്സിൻ്റെ വികാരങ്ങളെ പങ്കുവെക്കണം. ആവശ്യമായാൽ കുടുംബ കൗൺസിലിംഗ് നിങ്ങൾ സ്വീകരിച്ചിരിക്കണം, നിർബന്ധമാണത്. അതുപോലെ വിശ്വാസം ക്രമേണ നമ്മൾ റീബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ചെറിയ മാറ്റങ്ങൾ പോലും അംഗീകരിച്ച് പ്രോത്സാഹിപ്പിക്കണം. വീട്ടുകാർ ഓർക്കണം, നിങ്ങളുടെ ഭർത്താവിനുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റം, ഒരു പക്ഷെങ്കിൽ ഭയങ്കര ദേഷ്യ സ്വഭാവക്കാരനായിരിക്കും, പക്ഷേ മദ്യപാനം നിർത്തി ദേഷ്യം മാറി വന്നു കഴിയുമ്പോൾ അത് തുറന്നു പറയണം, ഏട്ടാ നിങ്ങൾ പഴയ പോലൊന്നും ദേഷ്യപ്പെടുന്നില്ലല്ലോ, വളരെ നല്ല പെരുമാറ്റമാണല്ലോ, ലൈക്ക നിങ്ങൾ നല്ല പെരുമാറ്റത്തിലാണ്, ഇപ്പം നല്ലതായിരിക്കുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നല്ലതാകാൻ ഉള്ള ഒരു ഉദ്യമം അയാളുടെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയായിത്തീരും. അപ്പം പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തന്നു കഴിഞ്ഞാൽ, വീട്ടിലെന്തെങ്കിലും പാത്രങ്ങൾ മോറി വെച്ച് നിങ്ങൾ എടുത്തു വെക്കുന്നു, അല്ലെങ്കിൽ തുണി നനയ്ക്കാൻ നിങ്ങളോടൊപ്പം തുണി നനയ്ക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നു, അതിലൊക്കെ പ്രോത്സാഹനം കൊടുക്കുന്നതോടൊപ്പം
എന്നോടൊപ്പം തന്നെ ഒരു അപ്രിസിയേഷൻ കൂടെ കൊടുക്കണം. താങ്ക് യു പറയണം, നന്ദി പറയണം. ഏട്ടാ നന്ദി, ഇത് ചെയ്തു തന്നതിന് നന്ദി എന്ന് പറയണം. അത് ഇതിന് അച്ഛൻ ശ്രീവിരുദ്ധനൊന്നും അല്ലേ, അങ്ങനല്ല. ഇത് റിക്കവറിയുടെ ക്ലാസ്സാണ്, മദ്യപാനത്തിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ അതിനെ അവിടുന്ന് ഇവിടുന്നൊക്കെ കോട്ടി മാറ്റിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കെതിരെ അസ്ത്രം പ്രയോഗിച്ചവരൊന്നും പ്രയോഗിക്കരുതേ. ഞാനിത് റിക്കവറിയെക്കുറിച്ചാണ് പറയുന്നത്. മദ്യപാനത്തിൽ നിന്നുള്ള വിടുതൽ കിട്ടുന്ന ആളുകൾക്ക് അവർക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം സ്ത്രീകൾ മാത്രമേ പാത്രം കഴുകാവോ, പുരുഷൻ കഴുകിക്കൂടെ എന്നൊക്കെ ചോദിച്ചാൽ പുരുഷൻ കഴുകണം. ആ കഴുകുമ്പോൾ സ്ത്രീകൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. അതാണ് പറഞ്ഞത്. അവർക്കൊരു താങ്ക്സ് പറയണം. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കും നന്ദി പറയാൻ അവരോട് പറയണം. ഞാനിത് ചെയ്യുന്നതിന് എനിക്കും നന്ദി വേണം എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ പരസ്പരം നന്ദി പറഞ്ഞു, സ്നേഹിച്ചു, കരുതി മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ സഹകരണത്തിലൂടെയാണ് നമുക്ക് ശക്തമാകാൻ കഴിയുന്നത്. ഒന്നുകൂടെ പറയാം, പരസ്പര സഹകരണത്തിലൂടെയാണ് നമുക്ക് ശക്തരാകാൻ കഴിയുന്നത്. മാറ്റം ഉണ്ടാകുന്നത് പരസ്പരം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ്, ഒരുമിച്ച് നിൽക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ്. ഇനി ഞാൻ ഒരു സങ്കീർത്തന ഭാഗം പറയാം. 147 സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം. ഹൃദയം തകർന്നവരെ കർത്താവ് സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകൾ കെട്ടുകയും ചെയ്യുന്നു. ഈ വാക്യം വൈകാരിക മുറിവുകൾക്കും പ്രത്യാശയുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ദൈവം മനുഷ്യന്റെ ശരീരം മാത്രമല്ല, ഹൃദയവും സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വൈകാരിക സൗഖ്യമില്ലാതെ റിക്കവറി പൂർണ്ണമാകുകയില്ല. കോപം, ഭയം, കുറ്റബോധം, ലജ്ജ, വിഷാദം, ഏകാന്തത എന്നിവയെ ആരോഗ്യകരമായി കൈകാര്യം ചെയ്യാൻ പഠിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ തുടങ്ങുന്നത്. ഓരോ മനുഷ്യനും തൻ്റെ ഭൂതകാലത്തേക്കാൾ വലിയവനാണ്. തെറ്റുകൾ ജീവിതത്തെ നിർവചിക്കേണ്ടതില്ല. ശരിയായ സഹായവും സ്നേഹപൂർണമായ പിന്തുണയും ചികിത്സയും ആത്മീയ പ്രത്യാശയും ചേർന്നാൽ തകർന്ന ഹൃദയങ്ങളും വീണ്ടും പുനർനിർമ്മിക്കപ്പെടും. MBF ലൈഫ് റിക്കവറി പ്രോഗ്രാം നമ്മെ ഒരു മഹത്തായ സത്യത്തിലേക്ക് നയിക്കുന്നു. മോചനം ശരീരത്തിൻ്റെ മാത്രമല്ല, മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പുനഃസ്ഥാപനമാണ്. ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.